ഇതില് CPM ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന റെയ്ഡ് 100% രാഷ്ട്രീയ പ്രേരിതമാണ്. അവരുടെ കസ്റ്റഡിയിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഖിലിന്റെ അവിടെയുള്ള കടലാസും കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചോട്ടെ. നടക്കുന്നത് BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ കടുപ്പിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇന്ന് 8 ഇടത്താണ് റെയ്ഡ് നടക്കുന്നത്. അതായത് 6 പേരുടെ വീടുകളിലും 2 സ്ഥാപനങ്ങളിലുമായി 8 ഇടത്താണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ ഇത്തരത്തിൽ കുറ്റമാരോപിക്കപ്പെട്ടിട്ടുള്ള വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായിട്ടുള്ള PA മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരും അവരുടെ സ്ഥാപനങ്ങളുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്ന കാര്യം. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ നടത്തുന്ന സ്ഥാപനങ്ങളിലുമാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിൽ 2 പേർ പ്രധാനമായും CPM-ന്റെയും DYFI-യുടെയും നേതാക്കളാണ്. അവരുടെ വീടുകളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലാ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും PA മുഹമ്മദ് റിയാസിന്റെ DYFI കാലം മുതലുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള P നിഖിലിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ കരുവന്തുരത്തിലുള്ള വീട്ടിൽ ഇന്ന് രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരുന്നു. അവിടെ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് അശോകപുരത്തുള്ള അദ്ദേഹത്തിന്റെ കോസ്മോസ് എന്ന ഫ്ളാറ്റിലാണ്. അവിടെയുള്ള 6E എന്ന അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിനകത്താണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ED ഉദ്യോഗസ്ഥരും 4 കാവൽക്കാരും അടക്കം 7 പേരാണ് ഇപ്പോൾ ഈ കോസ്മോസ് ഫ്ളാറ്റിനകത്ത് പരിശോധനയ്ക്കായി എത്തിച്ചേർന്നിട്ടുള്ളത്. P നിഖിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ സമുന്നതരായ നേതാക്കളിൽ ഒരാളാണ്. കോഴിക്കോട് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മാത്രവുമല്ല മുൻപ് DYFI-യുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ അദ്ദേഹം സ്പോർട്സ് കൗൺസിലിന്റെ കോഴിക്കോട് ജില്ലാ ഭാരവാഹി കൂടിയാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല DYFI കാലം മുതൽ മുഹമ്മദ് റിയാസുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് P നിഖിൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഭാഗത്ത് നിന്ന് പരിശോധന നടത്തുന്നത്. മാത്രവുമല്ല P നിഖിൽ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരസ്യ കമ്പനിയുടെ മുതലാളി കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം. എന്തു തന്നെയായാലും ഇപ്പോൾ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഖിലിനൊപ്പം തന്നെ EC-യിലുള്ള DYFI-യുടെ മേഖലാ ഭാരവാഹിയുടെ വീടിനകത്തും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന പുരോഗമിക്കുന്നുണ്ട്. നന്ദുലാൽ എന്ന് പറയുന്ന മുൻപ് DTPC-യുടെ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ ആയിരുന്ന വ്യക്തിയുടെ വീട്ടിലാണ് അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് 6 ഇടങ്ങളിൽ കൂടി ഇന്ന് രാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നത് BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അത്രമാത്രമേ ഇപ്പൊ പറയുന്നു. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെല്ലാം അവരോട് ചോദിക്കാം. നിഖിലിനോട് ഞങ്ങൾ സംസാരിച്ചു. അവരുടെ കസ്റ്റഡിയിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഖിലിന്റെ അവിടെയുള്ള കടലാസും കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചോട്ടെ. മറ്റിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല. ഇതിപ്പോ ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങളിപ്പോ വന്നതാണ്. നിഖില് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന റെയ്ഡ് 100% രാഷ്ട്രീയ പ്രേരിതമാണ്. മറ്റാർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങളിതിനെ വളരെ ശക്തമായി രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇതിനെ നേരിടും. അല്പനിമിഷം മുൻപ് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ മെഹബൂബ് ഇത്തരത്തിൽ P നിഖിലിന്റെ ഫ്ളാറ്റിലെത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം മെഹബൂബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ED-യുടെ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ്. BJP-യെ പോലെ തന്നെ കോൺഗ്രസും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രാഷ്ട്രീയ ചട്ടുകമാക്കി ഉപയോഗിക്കുകയാണ്. ഇതിനെ തങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നുള്ളൊരു സൂചനയാണ് മെഹബൂബ് നൽകിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ED മാസപ്പടി കേസിൽ പിന്നോട്ടില്ല എന്നുള്ള സൂചനയാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. 2 മാസത്തെ ഒരു
ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ വലിയ പരിശോധന നടത്തുമ്പോൾ അത് പ്രധാനമായും ടി വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് കൂടി നീളുന്നത്, മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട് എന്നതിന്റെ സൂചനയാണോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ചാർജ് നൽകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നടപടിക്രമം എന്ന മട്ടിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പരിശോധന ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് CPI പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കേണ്ടത്.